ഹലോ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് DNA എന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും പിന്നെ ക്രിസ്പർ കാസ്9 എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രോട്ടീനെ കുറിച്ചും അതൊക്കെയാണ് നമ്മൾ പഠിച്ചതല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ DNA കുറിച്ച് കൂടുതൽ അറിയാൻ പോവാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം എന്താണ് DNA എന്ന് ചോദിച്ചാൽ അത് ജനിതക വസ്തുവാണ്. എന്തുകൊണ്ടാണ് DNA ജനിതക വസ്തുവായത്? അതായത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ആ വ്യക്തി എങ്ങനെ ഇരിക്കണം നമുക്കറിയാമല്ലേ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അച്ഛനെ പോലെ, അമ്മയെ പോലെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോലെ, നമ്മൾ ഗ്രാൻഡ് പാരൻസിനെ പോലെ എന്നൊക്കെ പറയുന്നു അല്ലേ. ഇതെല്ലാം ആ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൽ നിന്നും എന്ത് കിട്ടുന്നു? അവരുടെ ക്യാരക്ടറിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത വഹിക്കുന്ന ആ ഒരു DNA കുഞ്ഞുങ്ങളിലേക്കും ട്രാൻസ്ഫർ ആയി വരുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെ പോലെ ഇരിക്കുന്നത് അല്ലേ. സോ ഈ DNA എത്ര വലുപ്പമുണ്ട്? ഈ DNA നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അത് കോശത്തിനകത്ത് ഒരു സെല്ലെന്ന് വെച്ചാൽ എത്ര ചെറുതാണെന്ന് നമുക്കറിയാം അല്ലേ. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന വലുപ്പമാണ് നമ്മുടെ സെൽസിനുള്ളത് അല്ലെങ്കിൽ കോശത്തിനുള്ളത്. ആ കോശത്തിനകത്ത്, ന്യൂക്ലിയസിനകത്ത്, ക്രോമസോമിനകത്താണ് DNA ഇരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ DNAയുടെ വലുപ്പം അത് എത്രമാത്രം മൈക്രോ അല്ലെങ്കിൽ അത് എത്രമാത്രം ചെറുതായിരിക്കും അല്ലേ. ഓരോ ക്രോമസോമിലെയും DNAക്ക് ഏകദേശം 2 ഇഞ്ച്, അതായത് 5 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. 2 ഇഞ്ച് നീളമാണുള്ളത്. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNAകൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. ഓക്കെ, അപ്പം നമുക്കറിയാം കോശത്തിനകത്ത് ക്രോമസോമിലാണ് DNA ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് 46 ക്രോമസോമുകളാണുള്ളത് അല്ലേ. നമുക്ക് എത്ര ക്രോമസോമുകളാണ്? 46 ക്രോമസോമുകൾ, അഥവാ 23 ജോഡി ക്രോമസോമുകളാണ്. അപ്പോൾ ഈ 46 ക്രോമസോമുകളിലുമുള്ള എല്ലാ DNAയും കൂടെ ചേർന്നാൽ ഒരു 6 അടി നീളം, അതായത് 2 മീറ്റർ നീളം വരും. അങ്ങനെ നമുക്ക് എത്ര സെല്ലുണ്ട്? 1 ട്രില്യൺ അല്ലെങ്കിൽ 1,00,000 കോടിക്കണക്കിന് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ അത്രയും കോശത്തിൽ, അത്രയും ന്യൂക്ലിയസിൽ, അത്രയും ക്രോമസോമിൽ എത്രയധികം DNAകൾ കാണുന്നു. അങ്ങനെ നമുക്ക് ഈ ഉള്ള DNAകളെല്ലാം കൂടെ, എല്ലാ കോശത്തെയും DNAകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ ഏകദേശം 100 കോടി മൈൽ, 67 ബില്യൺ എന്നാണ് പറയുന്നത്. 67 ബില്യൺ എന്ന് പറയുന്നത് ഒരു 100 കോടി മൈൽ നീളം വരും ആ DNAക്ക്. അപ്പം എത്ര അതിനകത്ത്, അതുകൊണ്ടാണ് അതിങ്ങനെ ഹെലിക്കലായിട്ട് ചുരുണ്ട് ഇരിക്കുന്നത് കേട്ടോ. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. അത്രയധികം നീളമുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? വളരെയധികം ഹെലിക്കൽ സ്ട്രക്ചർ, വളരെ ചുരുണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പൊസിഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം DNAയിൽ ഷുഗർ മോളിക്യൂൾ ഉണ്ട്, പഞ്ചസാര തന്മാത്രയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, സാധാരണ പഞ്ചസാരയും DNAയിലെ പഞ്ചസാര തന്മാത്രയും എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന്. നമുക്ക് നോക്കിയാലോ. ഈ സാധാരണ പഞ്ചസാര, അതായത് ഒരു നോർമൽ ഷുഗർ എന്ന് പറയുന്നത്, നോർമലി നമ്മൾ സൂക്രോസിനെയാണ്, നമ്മുടെ ശരീരത്തിലെ പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം കരിമ്പ് പോലുള്ളതിലൊക്കെ കാണുന്ന പഞ്ചസാര സൂക്രോസ് ആണ്. ഈ സൂക്രോസ് എന്ത് ചേർന്നിട്ടാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്ന ഒരു പഞ്ചസാര തന്മാത്രയാണ് സൂക്രോസ്. ഓക്കെ, ഗ്ലൂക്കോസ് ഒരു പഞ്ചസാര തന്മാത്രയാണ്, ഫ്രക്ടോസ് മറ്റൊരു പഞ്ചസാര തന്മാത്രയാണ്. അങ്ങനെ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നാണ് സൂക്രോസ് ഉണ്ടാകുന്നത്. കണ്ടോ, ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും. അപ്പോൾ അത് 2 പഞ്ചസാര തന്മാത്രകൾ ചേർന്നിട്ടാണ്. അതുകൊണ്ട് സൂക്രോസ് ഡൈസാക്രൈഡ് ആണ് എന്ന് പറയാം. ഓക്കെ, ഡൈസാക്രൈഡ് എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത പഞ്ചസാര തന്മാത്രകൾ ചേർന്നതാണ് ഒരു നോർമൽ ഷുഗർ എന്ന് പറയുന്നത് സൂക്രോസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പക്ഷേ DNAയിലെ പഞ്ചസാര തന്മാത്ര ഏതാണ്? ഡിയോക്സി റൈബോസ് ആണല്ലേ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA. സോ ഡിയോക്സി റൈബോസ് ആണ്. ഈ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് സിംഗിൾ ഷുഗർ ആണ്, ഡൈസാക്രൈഡ് അല്ല, അതൊരു മോണോസാക്രൈഡ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ആദ്യത്തെ വ്യത്യാസം. നോർമൽ പഞ്ചസാര എന്ന് പറയുന്നത് ഡൈസാക്രൈഡ് ആണ്, DNAയിലെ പഞ്ചസാര മോണോസാക്രൈഡ് ആണ്. ഇനി
ഈ ഡി എൻ എയിൽ 5 പെൻറ്റോസ് ഷുഗറാണ്, അതായത് 5 കാർബൺ ആറ്റംസ് ഉണ്ട്. 5 കാർബൺ ആറ്റംസ് നമ്മുടെ ഡി എൻ എയിൽ ഉണ്ട്. ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ്, എന്താണ് ക്രോമസോം? നമുക്കറിയാം ക്രോമസോമിനകത്താണ് ഡി എൻ എ കാണുന്നതെന്ന് അറിയാം അല്ലേ. അപ്പോൾ എന്താണ് ക്രോമസോം? ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരു കോശം. ഈ കോശത്തിനകത്ത് ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് കാണുന്നു. അത് ജോഡികളായിട്ടാണ് കാണുന്നത്. ഈ ക്രോമസോമിനകത്താണ് ഡി എൻ എ ഉള്ളത്. ഓക്കെ, സോ ഒരു ക്രോമസോം ഇങ്ങനെ പെയറായിട്ട് അല്ലെങ്കിൽ ജോഡികളായിട്ട് കാണുകയാണെങ്കിൽ ഇതിനകത്ത് ഡി എൻ എ മാത്രമല്ല പ്രോട്ടീനും കൂടെ ക്രോമസോമിലുണ്ട്. അത് ഏത് തരം പ്രോട്ടീനാണ്? ആ പ്രോട്ടീനിൻ്റെ പേരാണ് ഹിസ്റ്റോണുകൾ. ഓക്കെ, അപ്പം നമുക്ക് പറയാം ക്രോമസോം എന്നത് എന്തൊക്കെ ചേർന്നതാണ്? ക്രോമസോമിൽ ഡി എൻ എയും പ്രോട്ടീനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ക്രോമസോം എന്ന് പറയുന്നത് ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീനും ചേർന്നതാണ്. ഓക്കെ, സോ ഡി എൻ എയും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ. സോ ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഇതിപ്പം ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്, ഇത് മറ്റൊരു ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഇത് മറ്റൊരു, ഇങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒരുമിച്ച് ചേർന്ന് അവർ 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ എന്താ പറയുന്നത്? ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറയുന്നു. ഓക്കെ, ഹിസ്റ്റോൺ ഒക്ടോമർ. ഒക്ട മീൻസ് 8 എന്നർത്ഥം അല്ലേ. സോ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രോമസോമിൻ്റെ സ്ട്രക്ചറാണ്. ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ട്. അതിൽ 8 ഹിസ്റ്റോൺ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നുണ്ട്. ഈ ഒക്ടാമറിനെ അപ്പം ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വലയം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചുറ്റിയാണ് നമ്മുടെ ഡി എൻ എ ഇഴകൾ കാണുന്നത്. ഓക്കെ, ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റി അല്ലെങ്കിൽ വലയം ചെയ്ത് ഡി എൻ എ ഇഴകൾ കാണപ്പെടുന്നു. അങ്ങനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്ത ഹിസ്റ്റോൺ ഒക്ടാമറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. സോ എന്താണ് ന്യൂക്ലിയോസോം എന്ന് ചോദിച്ചാൽ ഡി എൻ എ ഇഴകളാൽ ചുറ്റപ്പെട്ട ഹിസ്റ്റോൺ ഒക്ടാമറിനെ ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? ക്രോമസോമിൻ്റെ ഘടനയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ക്രോമസോം എന്ന് പറയുന്നത് ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീനും ചേർന്നതാണ് ഒരു ക്രോമസോം. അങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമുക്ക് ഒക്ടാമർ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നു. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ വലയം ചെയ്തുകൊണ്ട് ഡി എൻ എ മോളിക്യൂൾ ഇങ്ങനെ വലയം ചെയ്ത് കാണുന്നു. ഇപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമറിനെയും ഡി എൻ എ മോളിക്യൂൾ വലയം ചെയ്ത ആ ഒരൊറ്റ സ്ട്രക്ചറിനെ ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. ടെക്സ്റ്റ് ബുക്കിൽ അത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ, ഇതാണ് ഒരു ക്രോമസോം ജോഡികളായിട്ട് കാണുന്നു. ഇത് 1 2 ഇങ്ങനെ 1 2 ക്രൊമാറ്റിഡ് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ചേർന്നിട്ടാണ് ഒരു ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ക്രൊമാറ്റിഡ് ചേർന്നിട്ട് ഒരു ക്രോമസോം, അങ്ങനെയാണ് ഒരു പെയർ ഓഫ് ക്രോമസോം ഉണ്ടാകുന്നത്. ഓക്കെ, ആ ക്രോമസോമിനകത്തുള്ള ഇതാണ്ടോ ഈ സ്ട്രക്ചർ, ഇതാണ് ഡി എൻ എ എത്രമാത്രം ചുറ്റിയാണ് കാണുന്നത് നോക്കണം. ഓക്കെ, ആ ഡി എൻ കണ്ടോ, ഇവിടെ ഇതെല്ലാം ഹിസ്റ്റോൺ ഒക്ടാമറാണ് കണ്ടോ. 8 ഈ പിങ്ക് കളറിൽ കാണുന്നത് ഇതൊരു ന്യൂക്ലിയോസോം കണ്ടോ, ഇതെല്ലാം ന്യൂക്ലിയോസോം ആണ്. ഓക്കെ, ഡി എൻ എ ഇഴകൾ വലയം ചെയ്ത് കാണുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിനെ ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. ഓക്കെ, ഇതൊരെണ്ണമാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഇങ്ങനെ 8 എണ്ണം കാണുന്നതാണ് ഒക്ടാമർ. അങ്ങനെ വലയം ചെയ്ത് കാണുന്നത് ന്യൂക്ലിയോസോം. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത്, ഇപ്പം ന്യൂക്ലിയോസോം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോസോമുകളെ ചേർത്ത് ചുരുളുകളാക്കുകയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോസോമിൻ്റെ ഒരു ചെയിൻ തന്നെയുണ്ട്. അതിനെല്ലാം ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. സോ ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി, നമുക്ക് ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവാം. ഇങ്ങനെ
കണ്ടോ ഇതിനെ ഇങ്ങനെ ഇത്രയും സ്ട്രെച്ചഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു കോയിൽ ആ സ്ട്രെച്ചിനെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറാണ് ക്രോമസോം. അപ്പോൾ ക്രോമസോമിലെ ഈ ക്രോമാറ്റിഡ് ഇതൊരു ക്രോമാറ്റിഡ് ആണ്. ഓക്കെ, ഇതൊരു ക്രോമാറ്റിഡ്, ഇത് അനദർ ക്രോമാറ്റിഡ്. ഈ രണ്ട് ക്രോമാറ്റിഡിനെ തമ്മിൽ ചേർത്ത് വെക്കുന്ന ആ സെന്ററിലുള്ള ഭാഗം കണ്ടോ, അതാണ് സെൻട്രോമിയർ. സോ ക്രോമസോമുകളിലെ ക്രോമാറ്റിഡിനെ ചേർത്ത് വെക്കുന്ന ഭാഗമാണ് സെൻട്രോമിയർ. ക്രോമസോമിന്റെ സെന്റർ പാർട്ടാണ് സെൻട്രോമിയർ. ഇപ്പൊ ക്രോമാറ്റിഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ക്രോമാറ്റിഡ് എന്നത് ക്രോമസോമുകളെ ഉണ്ടാക്കിയിരിക്കുന്ന ത്രെഡുകളാണ് കേട്ടോ. സോ രണ്ട് ക്രോമാറ്റിഡ് ചേർന്നിട്ടാണ് നമുക്ക് ഒരു ജോഡി ക്രോമസോം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്രോമാറ്റിൻ ജാലികയും ക്രോമസോമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇതെന്താണ് ഇതിന്റെ ബന്ധം? നമുക്കറിയാം, ഈ ഒരു ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ക്രോമസോമിനകത്ത് കാണുന്ന നാരുകൾ പോലുള്ള നാരുകൾ പോലുള്ള മെറ്റീരിയൽ, ഫൈബർ ലൈക്ക് മെറ്റീരിയൽ ആണ് ഒരു ക്രോമാറ്റിൻ. ഇങ്ങനെ ഒരുപാട് ക്രോമാറ്റിൻ ഭയങ്കര നെറ്റ്വർക്കാണ്, ഒരുപാട് ഫൈബേഴ്സ്, ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഒരുപാടെണ്ണം ചേർന്ന ആ ശൃംഖലയാണ് നമ്മൾ ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. ഈ ക്രോമാറ്റിൻ കോശ വിഭജന സമയത്ത് നമുക്കറിയാം, നമ്മുടെ എല്ലാം വളർച്ച സാധ്യമാകുന്നത് കോശങ്ങൾ വിഭജിക്കുന്നത് കൊണ്ടാണ് അല്ലേ. ഒരു കോശം രണ്ടാവും, 2 4ആവും, അങ്ങനെ കോശ വിഭജനത്തിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാം വളരുന്നത്. സോ ഈ കോശ വിഭജന സമയത്ത് ക്രോമാറ്റിൻ എന്ത് ചെയ്യും? ഈ ക്രോമാറ്റിൻ വളരെ ഇങ്ങനെ ഇതുപോലുള്ള ഒരു ചെറിയ ക്രോമാറ്റിൻ തന്തുക്കൾ എന്നാണ് പറയുക, ഫൈബേഴ്സ് ആണ്, നൂല് പോലെ കാണുന്ന ഭാഗങ്ങളാണ്. ഇതിന് കട്ടി കൂടും, ഇതിങ്ങനെ ഭയങ്കരമായി കണ്ടൻസ് ചെയ്യും, കട്ടി കൂടും. സോ ക്രോമാറ്റിൻ കട്ടി കൂടി ഉണ്ടാവുന്നതാണ് ക്രോമസോം. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം. ക്രോമാറ്റിൻ ജാലികയും ക്രോമസോമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ക്രോമാറ്റിൻ കട്ടി കൂടി ഉണ്ടാകുന്നതാണ് ക്രോമസോം. ഓക്കെ, ക്രോമസോമിന്റെ ഈ 2 ക്രോമാറ്റിഡിലും എങ്ങനെയാണ്? തുല്യ അളവിലാണ് ക്രോമാറ്റിൻ വിതരണം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്രോമസോം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ക്രോമാറ്റിൻ കട്ടി കൂടി ഉണ്ടാകുന്നു. അപ്പം ഈ ക്രോമാറ്റിൻ ഈ 2 ക്രോമാറ്റിഡിലും, ഇത് ഒരു ക്രോമാറ്റിഡ് ആണ്, ഇത് വേറൊരു ക്രോമാറ്റിഡ് ആണ്, ഇത് രണ്ടിലും തുല്യ അളവിലാണ് ക്രോമാറ്റിൻ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്രോമാറ്റിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരേ അളവിലാണ്. ഈ ക്രോമാറ്റിഡിൽ എത്രത്തോളം ക്രോമാറ്റിൻ ഉണ്ടോ അത്ര തന്നെയായിരിക്കും ഈ ക്രോമാറ്റിഡിലും. ഓക്കെ, സോ ക്രോമസോം ഉണ്ടാകുന്നത് ക്രോമാറ്റിൻ ജാലിക കട്ടി കൂടി കണ്ടൻസ് ചെയ്തുണ്ടാകുന്നതാണ്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം ട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നമുക്കിനി നമ്മുടെ ശരീരത്തിലെ ക്രോമസോമുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോമൊക്കെയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. താങ്ക്